ഇന്നത്തെ ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ ഇന്ന് ബാക്കിയുള്ള ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസും കൂടെ നോക്കുന്നത്. അപ്പോൾ ഇന്നലെ UN അതുപോലുള്ള ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസും പിന്നെ എഗ്രിമെന്റ്സും ആണ് നോക്കിയത്. ബാക്കിയുള്ളത് നമുക്ക് ഇപ്പോൾ നോക്കാം. ന്യൂക്ലിയർ സപ്ലൈസ് ഗ്രൂപ്പ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയർ വെപ്പൺസിന്റെ നോൺ പ്രൊലിഫറേഷൻ വേണ്ടി ഉണ്ടാക്കിയ ഗ്രൂപ്പാണ്. ഈ ന്യൂക്ലിയർ വെപ്പൺസ് പ്രൊലിഫറേറ്റ് ചെയ്യുന്നത് തടയാൻ വേണ്ടിയാണ് ഈ NSG ഉണ്ടാക്കുന്നത്. ഇപ്പം ഈ അടുത്ത് ഇന്ത്യ NSGയിലേക്ക് എൻട്രി കിട്ടാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പറ്റാതെ വന്നത് ഭയങ്കര വാർത്തയായിരുന്നു. കാരണം കോൺസ്റ്റൻഷ്യലായിട്ട് മാത്രമേ ഒരു മെമ്പറിനെ അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇൻഡക്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ചൈന മെമ്പർ ആയതുകൊണ്ട് തന്നെ NSG മെമ്പർഷിപ്പ് ഇന്ത്യക്ക് കൊടുക്കുന്നതിനെ ചൈന എതിർത്തിരുന്നു. അങ്ങനെയാണ് ഇന്ത്യക്ക് NSGയിൽ മെമ്പർഷിപ്പ് കിട്ടാത്തത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഐറണിക്കലായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ NSG മീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഫോം ചെയ്യുന്ന പറഞ്ഞാൽ 1975 ലണ്ടനിൽ വെച്ച്. അതുകൊണ്ട് തന്നെ ഇതിനെ ലണ്ടൻ ക്ലബ് എന്നാണ് വിളിക്കുന്നത്. 74 ഇന്ത്യയുടെ ന്യൂക്ലിയർ ടെസ്റ്റിംഗ് ഉണ്ടല്ലോ. ഇന്ത്യ ഒരു ന്യൂക്ലിയർ നേഷനായിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആണ് ഈ NSG ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത്. ഇനി അതുപോലുള്ള ന്യൂക്ലിയർ പവേർഡ് ആയിട്ടുള്ള നേഷൻസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയായിരുന്നു ഈ NSG ഫോർമേഷൻ. അപ്പൊ അതിലേക്ക് എൻട്രി കിട്ടാനാണ് ഇന്ത്യ ശ്രമിച്ചത്. അപ്പം ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ NSG മെമ്പേഴ്സ് ആയിട്ടുള്ള കൺട്രികളിൽ നിന്ന് നോൺ കൺട്രീസിലേക്കുള്ള ന്യൂക്ലിയർ മെറ്റീരിയൽസിന്റെയും ടെക്നോളജിയുടെയും ട്രാൻസ്ഫറിനെ റെഗുലേറ്റ് ചെയ്യുകയാണ് ഈ NSGs ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ന്യൂക്ലിയർ നോൺ പ്രൊലിഫറേഷൻ മേഖലയിലെ ബാക്കിയുള്ള പല ട്രീറ്റികളെയും ഈ NSG ഓണർ ചെയ്യുന്നുണ്ട്. അതായത് ഈ NSG ഗൈഡ് ലൈൻസ് അനുസരിച്ച് ഈ NSG ഗ്രൂപ്പിൽ മെമ്പർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മെമ്പർ ആവണം എന്നുണ്ടെങ്കിൽ ഈ നോൺ പ്രൊലിഫറേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള റീജിയണൽ എഗ്രിമെന്റും അതേപോലെ തന്നെ ഇന്റർനാഷണൽ എഗ്രിമെന്റും കൂടി നമ്മൾ പാലിക്കണം. അങ്ങനെ ഉള്ള വ്യവസ്ഥകളിലും ഈ NSG ഗൈഡ് ലൈൻസിന്റെ അകത്ത് ഉണ്ട്. അങ്ങനെ ആ ഗൈഡ് ലൈൻസിന്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള ചില ട്രീറ്റീസ് ആണ് ഈ ട്രീറ്റി ഓഫ് നോൺ പ്രൊലിഫറേഷൻ ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ് NPT, അതേപോലെ തന്നെ സെൻട്രൽ ഏഷ്യൻ ന്യൂക്ലിയർ വെപ്പൺ ഫ്രീ സോൺ ട്രീറ്റി, ട്രീറ്റി ഓൺ സൗത്ത് ഏഷ്യ ന്യൂക്ലിയർ വെപ്പൺ ഫ്രീ സോണ്, ട്രീറ്റി ഓഫ് റാറോട്ടോങ്ക സൗത്ത് പസഫിക് ന്യൂക്ലിയർ ഫ്രീ സോണിന് വേണ്ടിയുള്ളതാണ്. അതേപോലെ തന്നെ ട്രീറ്റി ഓഫ് പെലിൻഡബ ആഫ്രിക്കൻ ന്യൂക്ലിയർ വെപ്പൺ ഫ്രീ സോൺ ട്രീറ്റിയാണ്. ഇതിൽ നിന്നൊക്കെയുള്ള ഗൈഡ് ലൈൻസ് കോംപ്ലിമെന്റ് ചെയ്തുകൊണ്ടാണ് NSG ഗൈഡ് ലൈൻസുകൾ ഇറക്കിയിരിക്കുന്നത്. അപ്പം ചൈന അന്ന് ഒപ്പോസ് ചെയ്ത മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ന്യൂക്ലിയർ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റിയിലെ മെമ്പർ അല്ല എന്നുള്ളതായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ NSGയിലെ മെമ്പേഴ്സ് ആവാനുള്ള ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെന്ന് പറഞ്ഞാൽ അവരുടെ ഗൈഡ് ലൈൻസ് സ്ട്രിക്റ്റ് ആയിട്ട് അഡെയർ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഇവർ ഒരു ഐറ്റം ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് ന്യൂക്ലിയർ എനർജി ഡൊമസ്റ്റിക് എനർജി നീഡ്സിനായിട്ട് ഉപയോഗിക്കുന്നതിനെ സഹായിക്കുന്നതിനായിട്ടുള്ള ടെക്നോളജിയും അതേപോലെ തന്നെ ഐറ്റങ്ങളുമാണ്. അപ്പോൾ അത് മാത്രമേ ഈ മെമ്പർ കൺട്രീസ് ബാക്കിയുള്ള കൺട്രീസിന് ട്രാൻസ്ഫർ ചെയ്യാവുള്ളൂ. ഈ വെപ്പണുമായിട്ട് ബന്ധപ്പെട്ടതും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല എന്ന് ഗൈഡ് ലൈൻസിലുണ്ട്. പിന്നെ അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ കുറേ ട്രീറ്റീസ് ഉണ്ടല്ലോ, പെലിൻഡബയും റാറോട്ടോങ്കയൊക്കെ, അങ്ങനെയുള്ള ട്രീറ്റീസും അബൈഡ് ചെയ്തിരിക്കണമെന്ന് ഇവരുടെ ഗൈഡ് ലൈൻസിൻ്റെ അകത്തുണ്ട്. പിന്നെ ന്യൂക്ലിയർ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി, ഈ NPTയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ന്യൂക്ലിയർ നോൺ പ്രൊലിഫറേഷൻ ആണ്. ന്യൂക്ലിയർലി ആംഡ് ആവുന്നത് തടയാനും പിന്നെ അതേപോലെ തന്നെ ന്യൂക്ലിയർ വെപ്പൺസ് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിന്റെ കയ്യിലേക്ക് പോകുന്നതും തടയാനുമായിട്ടാണ് ഈ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി സൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇന്ത്യ അത് സൈൻ ചെയ്യാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഡിസ്ക്രിമിനേറ്ററി ആണ്. അതായത് World War II കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്തെ ആ അലൈഡ് പവേഴ്സിൽ നിന്ന് ആ 5 രാജ്യങ്ങൾക്ക് മാത്രമേ ന്യൂക്ലിയർ വെപ്പൺ കൺട്രീസ് ആയിട്ട് നിൽക്കാൻ അവകാശമുള്ളൂ എന്ന് പറഞ്ഞ് 5 റെക്കഗ്നൈസ്ഡ് ന്യൂക്ലിയർ പവേഴ്സിനെ മാത്രമേ NPTക്കകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള രാജ്യങ്ങൾക്കൊന്നും ന്യൂക്ലിയർ വെപ്പൺസ് പൊസസ് ചെയ്യാനുള്ള അവകാശമില്ല എന്നാണ് NPT പറയുന്നത്. അപ്പൊ ഇത് ഡിസ്ക്രിമിനേറ്ററി സ്റ്റാൻഡാ എന്ന് പറഞ്ഞാണ് ഇന്ത്യ ഇതിനെ എതിർക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ NPT ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഗൈഡ് ലൈൻസ് കീപ്പ് ചെയ്യാത്തതും അങ്ങനെ ക്രൈറ്റീരിയാസ് ചെക്ക് ചെയ്യാത്തതുമായിട്ടുള്ള രാജ്യങ്ങൾക്കെതിരെ സാങ്ഷൻസും അതേപോലെ തന്നെ കാര്യങ്ങളും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇസ്രായേലും പാകിസ്ഥാനും ഒക്കെ ന്യൂക്ലിയർ വെപ്പൺ രാജ്യങ്ങളായിട്ട് സ്വയം ഡിക്ലെയർ ചെയ്തിട്ടില്ലെങ്കിൽ പോലും
അവർക്ക് ന്യൂക്ലിയർ വെപ്പൺസിന്റെ പൊസഷൻ ഉണ്ട്. പക്ഷെ അതിനെതിരെ ഒന്നും ഈ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അത് എല്ലാ രീതിയിലും ഡിസ്ക്രിമിനേറ്ററി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യ അത് സൈൻ ചെയ്യാത്തത്. മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഫോർമൽ അറേഞ്ച്മെന്റ് ആണ്, ഒരു ട്രീറ്റി ബേസ്ഡ് എഗ്രിമെന്റ് അല്ല, പകരം ഒരു ഇൻഫോർമൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അത് 1987 ഫോം ചെയ്യുന്നത്. ഇത് ഇനിഷ്യേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ G7 നേഷൻസ് ആണ്. അപ്പോൾ ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ഡിസ്റ്റൻസ് വെപ്പൺസ് ഉണ്ടല്ലോ, മിസൈൽ ടെക്നോളജി, പിന്നെ അതേപോലെ തന്നെ ഈ സാറ്റലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടെക്നോളജീസും ഒക്കെ, വാർഹെഡ്സ് ലോങ് ഡിസ്റ്റൻസ് ഡെലിവറി ചെയ്യാൻ പറ്റുന്ന ഹാർഡ്വെയർസിന്റെ റെഗുലേഷനാണ് ഈ മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജിം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിന്റെ അകത്ത് ഇന്ത്യ മെമ്പർ ആയിരുന്നു. അപ്പം ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഡിസ്റ്റൻസിൽ കൂടുതൽ ഫയർ പവർ ഉള്ള, ഇത്ര ഡിസ്റ്റൻസിൽ കൂടുതൽ ഡെലിവറി ചെയ്യാൻ പറ്റാവുന്ന വെപ്പൺസിന്റെ എക്യുപ്മെന്റ്സ്, ടെക്നോളജീസ് അതൊന്നും ട്രാൻസ്ഫർ ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ സഹകരിക്കാനോ പാടില്ല. അതാണ് ഈ മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജിം ആവശ്യപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ നേരത്തെ നമ്മൾ റഷ്യയായിട്ട് ബ്രഹ്മോസ് മിസൈൽ ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും ഈ മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജിം ഉള്ളതുകൊണ്ട് തന്നെ ഈ ബ്രഹ്മോസ് മിസൈലിന്റെ ഡെലിവറി റേഞ്ച് നമ്മൾ ഭയങ്കരമായിട്ട് കുറച്ചാണ് വെച്ചിരുന്നത്. കാരണം അത് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഈ MTCR സാങ്ഷൻസ് ഉള്ളത് കൊണ്ട് ഈ ബ്രഹ്മോസിന് വേണ്ട ടെക്നോളജീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേറെ രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടത്തില്ല. പിന്നെ ഇത് സൈൻ ചെയ്ത ശേഷമാണ് നമ്മൾ ബ്രഹ്മോസിനെ ഇപ്പം ലോങ് ഡിസ്റ്റൻസ് വെപ്പണായിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ചൈന, ഇസ്രായേൽ, പാകിസ്ഥാൻ ഇതൊന്നും MTCRന്റെ മെമ്പേഴ്സ് അല്ല. അതുകൊണ്ടാണ് ഇന്ത്യയെ ഇൻഡക്ട് ചെയ്തതും. ഇല്ലായിരുന്നെങ്കിൽ NSG പോലെ തന്നെ ഇതിന്റെ അകത്തും ചൈനയുടെ എതിർപ്പ് നേരിടേണ്ടി വന്നേനെ. പിന്നെ കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ വെപ്പൺസ്, അതിന്റെ പ്രൊലിഫറേഷൻ തടയാനും റെഗുലേഷൻസ് കൊണ്ടുവരാനും വേണ്ടി ഫോം ചെയ്തിരിക്കുന്ന ഗ്രൂപ്പാണ് ഓസ്ട്രേലിയ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇതും ഒരു ട്രീറ്റി ബേസ്ഡ് ഒന്നും അല്ല, അതൊരു ഇൻഫോർമൽ ഫോറമാണ്. അപ്പം ഈ ഗ്രൂപ്പ് ബേസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ വെപ്പൺസ് കൺവെൻഷനും ബയോളജിക്കൽ ആൻഡ് ടോക്സിൻ വെപ്പൺ കൺവെൻഷനും ഉണ്ട്. ഇത് രണ്ടും റെഗുലേറ്റ് ഈ രണ്ട് കൺവെൻഷൻസും ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടാണ് ഇൻഫോർമലി ഈ ഓസ്ട്രേലിയൻ ഗ്രൂപ്പ് ഫോം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്തും ഇന്ത്യ മെമ്പറാണ്. പിന്നെ ഒരു കെമിക്കൽ വെപ്പൺസ് കൺവെൻഷൻ ഉണ്ട്. ഈ കെമിക്കൽ വെപ്പൺസ് കൺവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഉള്ളതുപോലെ ഇൻഫോർമൽ അല്ല, പകരം ഇതൊരു മൾട്ടിലാറ്ററൽ ആണ്, അതേപോലെ ട്രീറ്റി ബേസ്ഡ് കൺവെൻഷൻ ആണ്. അപ്പം ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹസാഡസ് ആയിട്ടുള്ള വാർഫെയർ കെമിക്കൽസ് ഉണ്ടല്ലോ, യുദ്ധങ്ങളിലൊക്കെ ഡയറക്റ്റ്ലി ഉപയോഗിക്കുന്ന കെമിക്കൽസ്, അങ്ങനെയുള്ള വാർഫെയർ കെമിക്കൽസിന്റെ ഇത്ര ടൈമിനുള്ളിൽ പൂർണ്ണമായിട്ടും നശിപ്പിക്കുക എന്നതാണ് ഈ കെമിക്കൽ വെപ്പൺസ് കൺവെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓർഗനൈസേഷൻ ഫോർ ദ പ്രൊഹിബിഷൻ ഓഫ് കെമിക്കൽ വെപ്പൺസ് ഇല്ലേ, നോബൽ പ്രൈസ് കിട്ടി, നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത്, അവരാണ് ഈ കൺവെൻഷന്റെ ഇംപ്ലിമെന്റേഷൻ ഓവർസീ ചെയ്യുന്നത്. പിന്നെ വാസ്നാർ എഗ്രിമെന്റ്, ഇത് രണ്ട് കാര്യങ്ങളുടെ കൺട്രോളിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവെൻഷണൽ ആയിട്ടുള്ള ഫയർ ആംസ്, തോക്കും അതേപോലെ തന്നെയുള്ള കാര്യങ്ങളുമൊക്കെ. പിന്നെ ഡ്യുവൽ യൂസ് ഗുഡ്സും ടെക്നോളജീസും. അതായത് ഡ്യുവൽ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു ടെക്നോളജി പ്രൈമറിലി യൂസ് ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്കായിരിക്കാം, പക്ഷെ അത് ഈ പറഞ്ഞ പോലെ വാർഫെയറിലും ഉപയോഗിക്കാം. അങ്ങനെയുള്ള ഡ്യുവൽ യൂസ് ടെക്നോളജീസ്, അതിൻ്റെ അകത്ത് സോഫ്റ്റ്വെയറും പിന്നെ അതേപോലെ തന്നെ ഈ ഡ്രോണുകളും അതൊക്കെ വേണമെങ്കിൽ നമുക്ക് സാധനങ്ങളുടെ ഡെലിവറിക്കും അതേപോലെ തന്നെ വെപ്പണായിട്ടും ഒക്കെ ഉപയോഗിക്കാമല്ലോ. അപ്പം അങ്ങനെയുള്ള ഡ്യുവൽ യൂസ് ടെക്നോളജിയും കൺവെൻഷണൽ ആംസും, ഇത് രണ്ടുമാണ് വാസ്നാർ എഗ്രിമെന്റ് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ട്രീറ്റി ഓൺ പ്രൊഹിബിഷൻ ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ്, ലോകത്ത് ആദ്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള ന്യൂക്ലിയർ വെപ്പൺ പ്രൊഹിബിഷൻ ട്രീറ്റിയാണ് ഈ ട്രീറ്റി ഓൺ പ്രൊഹിബിഷൻ ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ് പറയുന്നത്. ഇത് 2017 പാസ്സാക്കുന്നത്. അതേപോലെ തന്നെ ആ പാസ്സാക്കിയപ്പോൾ തന്നെ 122 രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് ഇത് ഈ പറഞ്ഞ പോലെ ഒരു ബൈൻഡിങ് ട്രീറ്റി ആയിട്ട് ഇതിനെ ഡിക്ലെയർ ചെയ്തിരുന്നു. പിന്നെ ഈ ട്രീറ്റി ഓൺ ദി പ്രൊഹിബിഷൻ ഓഫ് ന്യൂക്ലിയർ വെപ്പൺസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു പേരാണ് ഇന്റർനാഷണൽ ക്യാമ്പയിൻ ടു അബോളിഷ് ന്യൂക്ലിയർ വെപ്പൺസ് എന്ന് പറയുന്നത്. ഇതൊരു NGO ആണ്. 100ഓളം രാജ്യങ്ങളിൽ ഈ ന്യൂക്ലിയർ വെപ്പൺസ് ബാൻ ചെയ്യാനായിട്ട് പ്രൊപ്പഗൻഡൈസ് ചെയ്ത് ലോബി ചെയ്യുന്ന ഒരു ഇന്റർനാഷണൽ NGO ആണ് ഈ
ക്യാമ്പയിൻ ടു അബോളിഷ് ന്യൂക്ലിയർ വെപ്പൺസ് പറഞ്ഞാൽ ഇവരാണ് ഈ പോളിസി മേക്കിങ്ങിലും പിന്നെ ഇതിന്റെ ഡ്രാഫ്റ്റ് ഡീറ്റെയിൽസ് ഡ്രാഫ്റ്റ് ചെയ്യുന്നതിലുമൊക്കെ UN-ഉമായിട്ട് ചേർന്ന് സഹകരിച്ചത്. പിന്നെ നമ്മുടെ നേരത്തെ കണ്ട ന്യൂക്ലിയർ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി ഉണ്ടല്ലോ, അതിനുശേഷം പാസ്സാക്കുന്നതാണ് കോംപ്രഹെൻസീവ് ന്യൂക്ലിയർ ടെസ്റ്റ് ബാൻ ട്രീറ്റി എന്ന് പറയുന്നത്. അതിന്റെ കൂടെ തന്നെ പാസ്സാക്കുന്നതാണ്. ഇതൊരു ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള ട്രീറ്റിയാണ്. അപ്പോൾ ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മെമ്പർ പാർട്ടീസ് ഒരു തരത്തിലുമുള്ള ന്യൂക്ലിയർ എക്സ്പ്ലോഷൻസ് ടെസ്റ്റിങ്സ് നടത്താൻ പാടില്ല. അതാണ് കോംപ്രഹെൻസീവ് ന്യൂക്ലിയർ ടെസ്റ്റ് ബാൻ ട്രീറ്റി എന്ന് പറയുന്നത്. എയർ ലോ, വാട്ടർ ലോ, ലാൻഡ് ലോ ഒരു ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ നടത്താൻ പാടില്ല. അപ്പം റീസെൻ്റ്ലി സിംബാബ്വെ ഇത് റാറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിപ്പോഴും ഒരു ട്രീറ്റി ആയിട്ട് തന്നെ നിൽക്കുകയാണ്, ഒരു ലോ ആയിട്ടില്ല. കാരണം ഇതിൻ്റെ അകത്തെ പ്രൊവിഷൻ അനുസരിച്ച് 44 ന്യൂക്ലിയർ ടെക്നോളജി ഹോൾഡിംഗ് കൺട്രീസ് സൈൻ ചെയ്ത് റാറ്റിഫൈ ചെയ്താൽ മാത്രമേ ഇത് ഫോഴ്സ് കം ഇൻ ടു ഫോഴ്സ് ആവത്തുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രാജ്യങ്ങളൊന്നും ഈ ട്രീറ്റി റാറ്റിഫൈ ചെയ്തിട്ടില്ല. ചൈന, ഈജിപ്ത്, ഇന്ത്യ, നോർത്ത് കൊറിയ, പാകിസ്ഥാൻ, USA ഇവരൊന്നും ഈ കോംപ്രഹെൻസീവ് ന്യൂക്ലിയർ ടെസ്റ്റ് ബാൻ ട്രീറ്റി സൈൻ ചെയ്തിട്ടില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിഗ്നേറ്ററീസ് പറഞ്ഞാൽ ഫ്രാൻസ്, റഷ്യ, UK ഇവരൊക്കെയാണ്. ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് ടു കോംബാറ്റ് ന്യൂക്ലിയർ ടെററിസം ഇതൊരു വോളണ്ടറിലി ഇന്റർനാഷണൽ പാർട്ട്ണർഷിപ്പാണ്. ഏകദേശം 88 രാജ്യങ്ങളും പിന്നെ അതേപോലെ തന്നെ 10-നടുത്ത് NGOസും കൂടിയുള്ളൊരു വോളണ്ടറിലി ഇന്റർനാഷണൽ പാർട്ട്ണർഷിപ്പാണ് ഈ ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് ടു കോംബാറ്റ് ന്യൂക്ലിയർ ടെററിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ടെററിസം ആണ്. ഈ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ന്യൂക്ലിയർ വെപ്പൺസ് ന്യൂക്ലിയർ വെപ്പൺ കപ്പാസിറ്റി ഉണ്ടാക്കുന്നത് തടയാൻ വേണ്ടി ഉള്ള ഇൻഫർമേഷൻസും പിന്നെ അതിന്റെ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രിവെൻഷനും അതിനൊക്കെ വേണ്ടിയുള്ള കമ്പൈൻഡ് എഫേർട്ടാണ് ഈ GICNT എന്ന് പറയുന്നത്. ഇത് ലോഞ്ച് ചെയ്യുന്നത് 2006 G8 സുമിറ്റിൽ വെച്ചാണ്, റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ. ഇന്ത്യ ഇതിന്റെ ഒരു മെമ്പറാണ്. ന്യൂക്ലിയർ സെക്യൂരിറ്റി സുമിറ്റ് ഇത് ബാരക് ഒബാമ 2010 ഇനിഷ്യേറ്റ് ചെയ്ത് തുടങ്ങുന്നതാണ് ഈ ന്യൂക്ലിയർ സെക്യൂരിറ്റി സുമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഉദ്ദേശവും ടെററിസം തന്നെയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഗൈഡ് ലൈൻ ആണ് സിയോൾ കമ്മ്യൂണിക് എന്ന് പറയുന്നത്. അതായത് ഈ ഡീന്യൂക്ലിയറൈസേഷന് വേണ്ടിയുള്ള രാജ്യങ്ങളുടെ കമ്മിറ്റ്മെന്റ് പിന്നെ അതേപോലെ തന്നെ അതിനു വേണ്ടിയുള്ള ഫോളോ ചെയ്യേണ്ട റെഗുലാരിറ്റീസും ഒക്കെ ഡിക്ലെയർ ചെയ്ത ഒരു ഇമ്പോർട്ടൻറ്റ് ഡിക്ലറേഷനാണ് ഈ സിയോൾ കമ്മ്യൂണിക് എന്ന് പറയുന്നത്. ഇന്റർമീഡിയറ്റ് റേഞ്ച് ന്യൂക്ലിയർ ഫോഴ്സസ് ട്രീറ്റി ഇത് സൈൻ ചെയ്യുന്നത് USA-യും സോവിയറ്റ് യൂണിയനും കൂടാണ്. അപ്പം ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ടിൽ നിന്ന് ലോഞ്ച് ചെയ്യുന്ന കൺവെൻഷനിലും പിന്നെ അതേപോലെ തന്നെ ന്യൂക്ലിയർ വെപ്പൺസും അത് തടയാന്നുള്ളതാണ് ഈ ഇന്റർമീഡിയറ്റ് റേഞ്ച് ന്യൂക്ലിയർ ഫോഴ്സസ് ട്രീറ്റി എന്ന് പറയുന്നത്. ഇതിന്റെ അകത്ത് ഇന്റർമീഡിയറ്റ് എന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇന്റർമീഡിയറ്റ് ഡിസ്റ്റൻസ് ആണ്. 500 മുതൽ 5500 കിലോമീറ്റർ വരെ കപ്പാസിറ്റി ഉള്ള റേഞ്ച് ഉള്ള കൺവെൻഷണൽ മിസൈൽസും ന്യൂക്ലിയർ മിസൈൽസും ഫുള്ളി ഡിസ്ട്രോയ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഇന്റർമീഡിയറ്റ് റേഞ്ച് ന്യൂക്ലിയർ ഫോഴ്സ് ട്രീറ്റിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇത് പിന്നീട് USA യൂണിലാറ്ററലി സസ്പെൻഡ് ചെയ്തിരുന്നു. ഗ്ലോബൽ സെന്റർ ഫോർ ന്യൂക്ലിയർ എനർജി പാർട്ട്ണർഷിപ്പ് ഇത് ഇന്ത്യയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആറ്റോമിക് എനർജി ആണ് ഇത് സെറ്റപ്പ് ചെയ്യുന്നത്. ഇതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ ന്യൂക്ലിയർ സിസ്റ്റംസ് ഉണ്ടല്ലോ, പ്രധാനമായിട്ടും ന്യൂക്ലിയർ എനർജി ബേസ് ചെയ്തിട്ടുള്ള സേഫും സെക്യൂറും ആയിട്ടുള്ള സാധനങ്ങൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. ഇപ്പം മറ്റേ ഈ എനർജി പർപ്പസിനായിട്ട് ഉള്ള ഇപ്പം ന്യൂക്ലിയർ പ്ലാന്റുകളിലൊക്കെ ഒരു സർട്ടൺ പെർസെൻറ്റേജ് ഓഫ് ആക്സിഡന്റ് സസെപ്റ്റബിലിറ്റി എല്ലായിടത്തും ഉണ്ട്. അപ്പം അങ്ങനെ ആ ആക്സിഡന്റ് സസെപ്റ്റബിലിറ്റി കുറയ്ക്കാനും പിന്നെ അതേപോലെ തന്നെ ന്യൂക്ലിയർ മിസ്ഹാപ്പുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കണ്ടെയ്ൻ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ടെക്നോളജി അത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. ജോയിന്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാനും പിന്നെ 5 സെക്യൂരിറ്റി കൗൺസിൽ
ഇറാനും 5 UN സെക്യൂരിറ്റി കൗൺസിൽ മെമ്പേഴ്സും പിന്നെ ജർമ്മനിയും കൂടെ ചേർന്നുള്ള എഗ്രിമെന്റ് ആണ് ഈ ജോയിന്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. ഇറാൻ പിന്നെ 5 സെക്യൂരിറ്റി കൗൺസിൽ കൺട്രീസ് USA, UK, ഫ്രാൻസ്, റഷ്യ, ചൈന പിന്നെ ജർമ്മനി. അപ്പോൾ ഈ എഗ്രിമെന്റ് എന്ന് പറയുന്നത് ഇറാന്റെ ന്യൂക്ലിയർ പൈല് കുറയ്ക്കാൻ വേണ്ടിയുള്ള ഇവൻച്വലി അബോളിഷ് ചെയ്യാനും ഇനിഷ്യലി കുറയ്ക്കാനും വേണ്ടിയുള്ള എഗ്രിമെന്റ് ആണ് ഈ JCPOA എന്ന് പറയുന്ന എഗ്രിമെന്റ്. അപ്പം ഈ എഗ്രിമെന്റ് അനുസരിച്ച് 95% താഴെയായിട്ട് ഇറാന്റെ മറ്റേ വെപ്പൺസ് ഗ്രേഡ് യുറേനിയം സ്റ്റോക്ക് പൈൽ കുറയ്ക്കണം. പിന്നെ അതേപോലെ തന്നെ പുതിയ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് അടുത്ത 15 വർഷത്തേക്ക് ഉണ്ടാക്കാൻ പാടില്ല. പിന്നെ അതേപോലെ തന്നെ ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി ഉണ്ടല്ലോ, അവരുടെ റെഗുലർ ഇൻസ്പെക്ഷൻ ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസിൽ സമ്മതിക്കുകയും വേണം. അപ്പം ഇതൊക്കെയാണ് ഈ JCPOA ആയിട്ട് ബന്ധപ്പെട്ട് ഇറാൻ സമ്മതിച്ച കാര്യങ്ങൾ. 2018 USA ഇതിൽ നിന്ന് യൂണിലാറ്ററലി വിഡ്രോ ചെയ്തായിരുന്നു. ഈ USA ഇതിൽ നിന്ന് വിഡ്രോ ചെയ്ത് കൂടാതെ തന്നെ ഇറാന്റെ പുറത്ത് കുറെ സാങ്ഷൻസ് ഇമ്പോസ് ചെയ്തായിരുന്നു. അവരുമായിട്ട് മറ്റേ ഡോളറിൽ ട്രേഡ് നടത്താൻ പാടില്ല. പിന്നെ അതേപോലെ തന്നെ പല ഇന്റർനാഷണൽ പേയ്മെന്റ് ചാനലുകളും ഇറാന്റെ പേയ്മെന്റ് ബ്ലോക്ക് ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള കുറെ റെഗുലേഷൻസും അമേരിക്ക കൊണ്ടുവന്നായിരുന്നു. അപ്പം ഇത് അഡ്രസ്സ് ചെയ്യാനായിട്ട് ജർമ്മനിയും ഫ്രാൻസും UKയും കൂടെ ചേർന്ന് തുടങ്ങിയ പേയ്മെന്റ് ചാനലായിരുന്നു ഇൻസ്റ്റെക്സ് എന്ന് പറയുന്നത്. ഇപ്പം ആ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ഇറാന്റെ ഈ JCPOA ഒക്കെ അതിൽ നിന്നൊക്കെ വിഡ്രോ ചെയ്തത്. കാരണം ഒരു കോൺഫ്രണ്ടേഷനിസ്റ്റ് മോഡാണ് ട്രംപ് അഡോപ്റ്റ് ചെയ്തത്. അപ്പൊ അതിനുശേഷം ഈ അടുത്ത് ആ റെജിം ചേഞ്ച് വന്ന ശേഷം പിന്നെയും ടോക്സിനായിട്ടുള്ള ഇനിഷ്യേഷൻസ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്, ബ്രിക്സ് ബാങ്ക്, ഇത് 6th ബ്രിക്സ് സുമിറ്റിൽ വെച്ചാണ് ഇത് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. ഫോർട്ടലൈസ ഡിക്ലറേഷൻ എന്നാണ് നമ്മൾ ഈ NDB ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഡിക്ലറേഷനെ വിളിക്കുന്നത്. കാരണം അത് ഫോർട്ടലൈസയെ വെച്ച് നടന്നതുകൊണ്ടാണ്. ഇനിഷ്യൽ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് $100 ബില്യൺ ആണ്. അതിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഷാങ്ഹായ് ആണ്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു റീജിയണൽ സെന്റർ സൗത്ത് ആഫ്രിക്കയിൽ ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പം ഇതിൻ്റെ അകത്ത് ഓരോ പാർട്ടിസിപ്പന്റ് രാജ്യങ്ങൾക്കും ഒരു വോട്ട് മാത്രമേ ഉള്ളൂ. ഈക്വൽ പാർട്ടിസിപ്പേഷൻ ആണ് രാജ്യങ്ങളുടെ. പിന്നെ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, അതിൽ ഇന്ത്യ ഒരു ഫൗണ്ടിങ് മെമ്പർ ആണ്. ഏഷ്യന്ന് മാത്രമല്ല ലോകത്ത് ഉള്ള ഏത് രാജ്യത്തിനും ഇതിലെ മെമ്പർ ആവാം. അതിൻ്റെ അകത്ത് അമേരിക്കയും UKയും ഒക്കെ മെമ്പേഴ്സ് ആണ്. അതിൻ്റെ മേജർ ക്യാപിറ്റൽ ഹോൾഡർ എന്ന് പറയുന്നത് ജപ്പാനും അമേരിക്കയും. പിന്നെ അതിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് മനിലയിലാണ്, ഫിലിപ്പീൻസിന്റെ ക്യാപിറ്റലാണ്. ഈ ADB പബ്ലിഷ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിപ്പോർട്ടാണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ഔട്ട്ലുക്ക് റിപ്പോർട്ട് എന്ന് പറയുന്നത്. പിന്നെ ഈ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ കൂടെ തന്നെ ബ്രിക്സ് ചൈന ലോഞ്ച് ചെയ്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിങ് മെക്കാനിസമാണ് ഏഷ്യൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ ബാങ്ക് എന്ന് പറയുന്നത്. മറ്റേതുപോലെ ഈക്വൽ ഷെയർ ഹോൾഡിംഗ് അല്ല, ഇതിൽ ചൈനയാണ് ഏറ്റവും കൂടുതൽ ഷെയർ ഹോൾഡിംഗ് എന്ന് പറയുന്നത്. 26% ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയാണ് രണ്ടാമത്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ബീജിംഗ് ആണ്. പിന്നെ അതേപോലെ തന്നെ USAയും ജപ്പാനും ഒന്നും ഇതിന്റെ മെമ്പേഴ്സ് അല്ല. പ്രധാനമായിട്ടും അവരുടെ ആ ബെൽറ്റ് റോഡ് ഇനിഷ്യേറ്റീവ് ഒക്കെ ഫണ്ട് ചെയ്യാനായിട്ടാണ് ഈ AIB തുടങ്ങിയത്. ഇന്ത്യയും അതിന്റെ ഒരു വലിയ ബെനിഫിഷ്യറി ആണ്. യൂറോപ്യൻ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്, ഇത് 1991 തുടങ്ങുന്നത്. ഇനിഷ്യലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈസ്റ്റേൺ യൂറോപ്പ് ഉണ്ടല്ലോ, മറ്റേ ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്ക്, ആ ഈസ്റ്റേൺ ബ്ലോക്കിനെ ഫണ്ട് ചെയ്യാനായിട്ടാണ് യൂറോപ്യൻ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് കൊണ്ടുവന്നത്. ഇതിൽ ഇന്ത്യ മെമ്പറാണ്. പക്ഷെ യൂറോപ്യൻ മെമ്പേഴ്സിന് മാത്രമേ ഫണ്ടിങ് കൊടുക്കത്തുള്ളൂ. എന്നിരുന്നാൽ പോലും ഈ EBRDയുടെ ബോർഡിൽ ഇന്ത്യ മെമ്പറാണ്. ആഫ്രിക്കൻ ഡെവലപ്മെന്റ് ബാങ്ക് ഗ്രൂപ്പ് ഇതേപോലുള്ളത് എപ്പോഴും പത്രത്തിൽ കാണാത്ത ആ ഒരു ഫ്രിഞ്ച് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ.
ഇപ്പം വേൾഡ് ബാങ്ക് ഇല്ലെങ്കിൽ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എഗ്രിമെന്റുകളും പിന്നെ ഇനിഷ്യേറ്റീവ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി പോകണം. കാരണം അതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാം. അതേസമയം ഈ ഫ്രിഞ്ച് ഗ്രൂപ്പുകൾ ഇപ്പം അത്ര കേട്ടില്ലാത്ത ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അത്ര പ്രൊമിനൻ്റ് അല്ലാത്ത കൺവെൻഷൻസ്, അതൊക്കെ എന്താ എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. എന്താണ് അത്, ഇന്ത്യ അതിലെ മെമ്പർ ആണോ, അങ്ങനെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അത് മാത്രമേ ചോദിക്കത്തുള്ളൂ. ആഫ്രിക്കൻ ഡെവലപ്മെന്റ് ബാങ്ക് ഗ്രൂപ്പ്, ഇത് 54 ആഫ്രിക്കൻ കൺട്രീസും പിന്നെ അതേപോലെ തന്നെ 26 നോൺ ആഫ്രിക്കൻ കൺട്രീസും കൂടെ ചേർന്നാണ് ഈ ആഫ്രിക്കൻ ഡെവലപ്മെന്റ് ബാങ്ക് ഗ്രൂപ്പ് തുടങ്ങിയിരിക്കുന്നത്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഐവറി കോസ്റ്റിലെ അബ്ജിദാൻ ആണ്. ഇതിന് 3 എൻറ്റൈറ്റീസ് ആണുള്ളത്: ആഫ്രിക്കൻ ഡെവലപ്മെന്റ് ബാങ്ക്, ആഫ്രിക്കൻ ഡെവലപ്മെന്റ് ഫണ്ട്, നൈജീരിയ ട്രസ്റ്റ് ഫണ്ട്. ഈ 3 കൂടെ ചേർന്നാണ് ഇത്. പിന്നെ ഇന്റർനാഷണൽ പോലീസിംഗ് ഏജൻസി ഇന്റർപോൾ, ഇതൊരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ്. ഈ രാജ്യങ്ങളിലെ ക്രമസമാധാനം നില ഉയർത്താനും പിന്നെ അതേപോലെ തന്നെ ലോ ആൻഡ് ഓർഡറിലും മെട്രോപൊളിറ്റൻ പോലീസിംഗിലും അങ്ങനെയൊക്കെയുള്ള ഡെവലപ്പിംഗ് ഏരിയാസിൽ ഒക്കെ ടെക്നോളജിക്കലും പിന്നെ അതേപോലെ തന്നെ ഓപ്പറേഷണൽ അസിസ്റ്റൻസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയാണ് ഇന്റർപോൾ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഫ്രാൻസിലാണ്. പിന്നെ ഇവര് പല കാര്യങ്ങൾക്കായിട്ട് ഇറക്കുന്ന നോട്ടീസുകളാണ് ഈ റെഡ് നോട്ടീസ്, യെല്ലോ നോട്ടീസ്, ബ്ലാക്ക് നോട്ടീസ് എന്നൊക്കെ പറയുന്നത്. അതിന് വലിയ അത്ര ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല, വെറുതെ ഒന്ന് അറിയാൻ വേണ്ടി ഒന്ന് വായിച്ചിരിക്കാന്നേ ഉള്ളൂ. ബേർഡ് ലൈഫ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ പാർട്ണർഷിപ്പ് ഓഫ് കൺസർവേഷൻ ഓർഗനൈസേഷൻസിനെയാണ് നമ്മൾ ബേർഡ് ലൈഫ് ഇന്റർനാഷണൽ വിളിക്കുന്നത്. ഇവരുടെ ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേർഡ്സും അതിൻ്റെ ഹാബിറ്റാറ്റ് പ്രൊട്ടക്ഷനുമാണ് ബേർഡ് ലൈഫ് ഇന്റർനാഷണൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇവരുടെ ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവാണ് ഫോറസ്റ്റ് ഓഫ് ഹോപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ബേർഡ്സിന്റെ എക്കോസിസ്റ്റങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള പ്രോഗ്രാമാണ് ഫോറസ്റ്റ് ഓഫ് ഹോപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇന്തോനേഷ്യയിലെ ഹാരപ്പൻ റെയിൻ ഫോറസ്റ്റിൽ ഈ അടുത്ത് ഇവർ എക്കോസിസ്റ്റം റീസ്റ്റോറേഷൻ പ്രൊജക്റ്റ് ഇനിഷ്യേറ്റ് ചെയ്തിരുന്നു. അതൊക്കെ ഇവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് ആണ്. പിന്നെ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേർഡ് ആൻഡ് ബയോഡൈവേഴ്സിറ്റീസ് ഏരിയ അത് ഐഡന്റിഫൈ ചെയ്ത് ഡെസിഗ്നേറ്റ് ചെയ്ത് അവരുടെ പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള അസിസ്റ്റൻസ് കൊടുക്കുന്നത് ഈ ബേർഡ് ലൈഫ് ഇന്റർനാഷണൽ ആണ്. വെറ്റ്ലാൻഡ് ഇന്റർനാഷണൽ, ഇതൊരു ഗ്ലോബൽ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. ഇവരുടെ ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞാൽ വെറ്റ്ലാൻഡ്സ് ആണ്. ഈ ഇന്റർനാഷണൽ വാട്ടർ ബേർഡ് സെൻസസ്, അതിൽ ഈ വെറ്റ്ലാൻഡ് ഇന്റർനാഷണലിന്റെയും കൂടെ പാർട്ണർഷിപ്പിലാണ് ഈ വാട്ടർ ബേർഡ് സെൻസസ് നടക്കുന്നത്. ഏഷ്യൻ വാട്ടർ ബേർഡ് സെൻസസ്, അതും ഇവരുടെ വെറ്റ്ലാൻഡ് ഇന്റർനാഷണലിന്റെ പാർട്ണർഷിപ്പിൽ നടക്കുന്ന ഒരു സെൻസസ് എക്സസൈസ് ആണ്. കൺസർവേഷൻ ഇന്റർനാഷണൽ, ഇതെന്ന് പറഞ്ഞാൽ അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു നോൺ പ്രോഫിറ്റ് എൻവയോൺമെന്റൽ ഓർഗനൈസേഷൻ ആണ്. അപ്പം ഈ ഓർഗനൈസേഷനാണ് മെഗാ ഡൈവേഴ്സ് കൺട്രീസിനെയൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നത്. അവർ സോഫർ 18 മെഗാ ഡൈവേഴ്സ് കൺട്രീസിനെയാണ് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് ഒബ്വിയസ്ലി ഇന്ത്യയാണ്, പെറു, മഡഗാസ്കർ, ഇക്വഡോർ, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക, ചൈന, USA. പിന്നെ അതേപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് കൺസെപ്റ്റ് അവയർനെസ് കൊണ്ടുവരുന്നതും ഹോട്ട്സ്പോട്ട്സ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള അസിസ്റ്റൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതും ഈ കൺസർവേഷൻ ഇന്റർനാഷണൽ ഗ്രൂപ്പാണ്. പിന്നെ എൻവയോൺമെന്റ് ഫീൽഡിൽ നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു പേരാണ് സൈറ്റ്സ് എന്ന് പറയുന്നത്. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം ഇല്ലേ നമ്മൾ ഇന്നലെ പറഞ്ഞ, അവര് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ഒരു കൺവെൻഷനാണ് സൈറ്റ്സ്, കൺവെൻഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓഫ് വൈൽഡ് ഫ്ലോറ ആൻഡ് ഫോണ. അതാണ് സൈറ്റ്സ് എന്ന് പറഞ്ഞാൽ. ഈ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷീസിന്റെ ഇന്റർനാഷണൽ ട്രേഡ് റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. അപ്പോൾ ഇതിൻ്റെ അകത്ത് അവര് പല അപ്പൻഡിക്സുകളായിട്ട് മൂന്ന് അപ്പൻഡിക്സുകളായിട്ട് ഈ സ്പീഷീസ്, എൻഡേഞ്ചേർഡ് സ്പീഷീസിന്റെ ലിസ്റ്റിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു കാരണവശാലും ട്രേഡ് നടത്താൻ പാടില്ലാത്തത്, പിന്നെ അതുപോലെ ട്രേഡ് റെഗുലേറ്റ് ചെയ്യേണ്ടത്, പിന്നെ അതേപോലെ തന്നെ കൺട്രീസ് തമ്മിൽ ഒരു എഗ്രിമെന്റിന്റെ പുറത്ത് മാത്രം ട്രേഡ് ചെയ്യേണ്ടത്. അങ്ങനെ ഈ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആ ഒരു എസെൻഷ്യാലിറ്റിയെ മുൻനിർത്തി അവർ ഈ എൻഡേഞ്ചേർഡ് സ്പീഷീസിനെ 3 അപ്പൻഡിക്സുകളായിട്ട് തിരിച്ചാണ് ഇവർ ഫങ്ഷൻ ചെയ്യുന്നത്. ഈ സൈറ്റ്സിന്റെ കൺവെൻഷൻ ഓഫ് പാർട്ടീസിനെയാണ് വേൾഡ് വൈൽഡ് ലൈഫ് കോൺഫറൻസ് നമ്മൾ വിളിക്കുന്നത്. ഇത് ഏറ്റവും അവസാനം 2019 ശ്രീലങ്കയിൽ വെച്ചായിരുന്നു ഇത് നടന്നത്. പിന്നെ ട്രാഫിക്,
വേൾഡ് വൈഡ് ഫണ്ടും ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറും കൂടെ ഒരുമിച്ച് ചേർന്നാണ് ട്രാഫിക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇത് ഉണ്ടായത് 1976 ആണ്. സ്പീഷീസ് സർവൈവൽ കമ്മീഷൻ, IUCN നേതൃത്വത്തിലുള്ള സ്പീഷീസ് സർവൈവൽ കമ്മീഷന്റെ മേൽനോട്ടത്തിലാണ് ഈ ട്രാഫിക് നിലവിൽ വരുന്നത്. ഇപ്പോൾ അതിനെ ജോയിന്റ്ലി റൺ ചെയ്യുന്നത് WWF-ഉം IUCN-ഉം ആണ്. ഇതും നേരത്തെ പറഞ്ഞ പോലെ ഈ വൈൽഡ് ലൈഫ് ട്രാഫിക്കിങ് മോണിറ്റർ ചെയ്യാനും അത് റെഗുലേറ്റ് ചെയ്യാനും വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ സൈറ്റ്സുമായിട്ട് ക്ലോസ് അസോസിയേഷനിലാണ് ട്രാഫിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്. പിന്നെ നിങ്ങളെല്ലാവരും കേട്ടുള്ള ഒരു പേരായിരിക്കും IUCN എന്ന് പറയുന്നത്. ഗവൺമെന്റും അതേപോലെ തന്നെ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷനും സിവിൽ സൊസൈറ്റിയും എല്ലാം മെമ്പേഴ്സ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്ന് പറയുന്നത്. ഇവരാണ് 1980 വേൾഡ് കൺസർവേഷൻ സ്ട്രാറ്റജി ഇപ്പോഴും വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസ്കോഴ്സുകളിലും സർക്കിൾസിലും ഒക്കെ ഇപ്പോഴും നമ്മൾ കേൾക്കുന്ന വേൾഡ് കൺസർവേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ലോഞ്ച് ചെയ്തത് ഇവരാണ്. പിന്നെ അതേപോലെ തന്നെ വേൾഡ് കൺസർവേഷൻ കോൺഗ്രസ് ഓരോ 4 കൊല്ലം കൂടുമ്പോഴും എങ്ങനെ എൻവയോൺമെന്റിനെ പ്രിസർവ് ചെയ്യാം, പ്രൊട്ടക്ട് ചെയ്യാം എന്ന് ആലോചിക്കാനായിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും പ്രൈവറ്റ് സെക്ടറിന്റെ ഭാഗത്തുനിന്നും അക്കാഡമിയുടെ ഭാഗത്തുനിന്നും ഒക്കെ ആളുകളെ ഇൻവൈറ്റ് ചെയ്ത് വേൾഡ് കൺസർവേഷൻ കോൺഗ്രസ് നടത്തുന്നത് ഇവരാണ്. പിന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള റെഡ് ലിസ്റ്റ്, മറ്റേ ത്രെറ്റൻഡ്, എക്സ്റ്റിങ്ക്റ്റ്, വൈൽഡ് എക്സ്റ്റിങ്ക്റ്റ്, അങ്ങനെ എക്സ്റ്റിങ്ക്റ്റ് ഇൻ വൈൽഡ്, അങ്ങനെയൊക്കെ സ്പീഷീസിന്റെ ആ ഒരു കൺസർവേഷൻ നെസസിറ്റി മനസ്സിലാക്കാനായിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന റെഡ് ലിസ്റ്റ് ഇറക്കുന്നത് ഈ IUCN ആണ്. വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ ഇവരാണ് എർത്ത് അവർ ഓർഗനൈസ് ചെയ്യുന്നത്. എല്ലാ വർഷവും ഒരു അരമണിക്കൂർ ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്ത് ആ കൺസർവേഷൻ അവയർനെസ് സ്പ്രെഡ് ചെയ്യാനുള്ള എർത്ത് അവർ ഇനിഷ്യേറ്റ് ചെയ്തത് WWF ആണ്. അതേപോലെ തന്നെ ഇവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിനാണ് ലിവിങ് പ്ലാനറ്റ് ക്യാമ്പയിൻ എന്ന് പറയുന്നത്. ബയോഡൈവേഴ്സിറ്റി പ്രിസർവ് ചെയ്യാനായിട്ടുള്ള പുതിയ ഐഡിയാസ് കൊണ്ടുവരാനായിട്ട്. പിന്നെ അതേപോലെ പ്രൊജക്ട് സെർവ് എന്നാണ് ഇവർ നമ്മുടെ ഡാർജിലിംഗിൽ ഇംപ്ലിമെന്റ് ചെയ്ത ആ കൺസർവേഷൻ ഡ്രൈവിന്റെ പേര്. പ്രൊജക്ട് സെർവ്, സേവ് എൻവയോൺമെന്റ് ആൻഡ് റീജനറേറ്റ് വൈറ്റൽ എംപ്ലോയ്മെന്റ്. റംസാർ കൺവെൻഷൻ ഇത് വെറ്റ്ലാൻഡുകൾ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള ഇന്റർ ഗവൺമെന്റൽ ട്രീറ്റിയാണ്, ഗവൺമെന്റ് തമ്മിലുള്ള ട്രീറ്റിയാണ് ഈ റംസാർ കൺവെൻഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെറ്റ്ലാൻഡ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ബോട്ടം അപ്പ് അപ്രോച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് ലോക്കൽ ലെവൽ പീപ്പിളിന്റെ പാർട്ടിസിപ്പേഷനും പഞ്ചായത്ത് പാർട്ടിസിപ്പേഷനും വില്ലേജും ഡിസ്ട്രിക്റ്റും സ്റ്റേറ്റും അതേപോലെ ഇന്റർനാഷണൽ പാർട്ടിസിപ്പേഷനും കൊണ്ടുവന്ന് വെറ്റ്ലാൻഡ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ മൾട്ടിപ്പിൾ ലെവൽ പാർട്ട്ണർഷിപ്പ് കൊണ്ടുവരുന്ന ആദ്യത്തെ കൺവെൻഷനാണ് ഈ റംസാർ കൺവെൻഷൻ. അപ്പൊ ഇവരുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ചാണ് വെറ്റ്ലാൻഡ് പ്രൊട്ടക്ഷൻ ലോസ് ഒക്കെ ഓരോ രാജ്യങ്ങളും ഉണ്ടാക്കുന്നത്. ഇന്ത്യയും അങ്ങനെയാണ് നമ്മുടെ വെറ്റ്ലാൻഡ് പ്രൊട്ടക്ഷൻ റൂൾസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ഉണ്ടല്ലോ, അവരാണ് ഈ റംസാർ കൺവെൻഷന് വേണ്ട അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻസും പിന്നെ അതേപോലെ തന്നെ സെക്രട്ടേറിയറ്റും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ അടുത്ത് നമ്മുടെ സുന്ദർബൻസ് വെറ്റ്ലാൻഡിനെ വെറ്റ്ലാൻഡ് ഓഫ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് ആയിട്ട് ഈ കൺവെൻഷൻ ഡിക്ലെയർ ചെയ്തിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഈ വെറ്റ്ലാൻഡ് എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ്റെ അകത്ത് എന്തൊക്കെയാണ് വരുന്നത്, ഏതൊക്കെയാണ് ഇല്ലാത്തത്, അതൊക്കെ തീരുമാനിക്കുന്നത് ഈ റംസാർ കൺവെൻഷൻ വഴിയാണ്. ഇന്ത്യൻ ഓഷൻ റിം അസോസിയേഷൻ ഇതെന്ന് പറഞ്ഞാൽ ഇതും ഒരു ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ്. ഇന്ത്യൻ ഓഷൻ റിമ്മിലുള്ള രാജ്യങ്ങളുടെ ഒരു എക്കണോമിക് പൊളിറ്റിക്കൽ സെക്യൂരിറ്റി ഗ്രൂപ്പിംഗ് ആണ് IORM എന്ന് പറയുന്നത്. അപ്പം ഈ ഇന്ത്യൻ ഓഷനുമായിട്ട് കോസ്റ്റ് ഷെയർ ചെയ്യുന്ന എല്ലാ സോവറിൻ സ്റ്റേറ്റിനും ഇതിന്റെ മെമ്പേഴ്സ് ആവാനുള്ള ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോൺ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനും മ്യാൻമാറുമാണ്. ഏറ്റവും അവസാനമായിട്ട് ഇതിന്റെ മെമ്പറായെന്ന് പറഞ്ഞാൽ മാൽദീവ്സ് ആണ്. പിന്നെ ഇവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ ജക്കാർത്ത കോൺകോർഡിലെ ജക്കാർത്ത വിഷൻ എന്ന് പറഞ്ഞൊരു സ്ട്രാറ്റജിക് ഡോക്യുമെന്റ് അവർ ഇറക്കിയിരുന്നു. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവരുടെ ഡിക്ലറേഷൻ. പിന്നെ അതേപോലെ ഡൽഹി ഡിക്ലറേഷൻ ഓൺ റിന്യൂവബിൾ എനർജി, ഇതും IORM-ഉമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. പിന്നെ അവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഇനിഷ്യേറ്റീവാണ് ഇന്ത്യൻ ഓഷൻ ഡയലോഗ് എന്ന് പറയുന്നത്. ഇത് ആദ്യമായിട്ട് നടത്തിയത് 2014 കേരളത്തിൽ വെച്ചായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓസ്ട്രേലിയ വെച്ചാണ് നടത്തുന്നത്. ഇത് സെക്യൂരിറ്റി കൺസേൺസും അതേപോലുള്ള കാര്യങ്ങളുമൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഇനിഷ്യേറ്റീവാണ്. ഇന്ത്യൻ ഓഷൻ കമ്മീഷൻ ഇത്
1984 എസ്റ്റാബ്ലിഷ് ചെയ്തൊരു ഇന്റർ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആണ് ഇന്ത്യൻ ഓഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആഫ്രിക്കൻ നേഷൻസും ഉണ്ട്, പിന്നെ ഇന്ത്യൻ ഓഷൻ മെമ്പേഴ്സും. ആഫ്രിക്കൻ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ കൊമോറോസ്, മഡഗാസ്കർ, മൗറീഷ്യസ്, റിയൂണിയൻ, സൈക്കിളസ്. പിന്നെ ഇന്ത്യൻ ഓഷനുമായിട്ട് ഷോർ ഷെയർ ചെയ്യുന്ന രാജ്യങ്ങളും. സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ 1985 ധാക്കയിൽ വെച്ച് സാർക്ക് ചാർട്ടർ സൈൻ ചെയ്താണ് ഈ സാർക്ക് നിലവിൽ വരുന്നത്. 8 മെമ്പേഴ്സ് ആണുള്ളത്. അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മാൽദീവ്സ്, നേപ്പാൾ, പാകിസ്ഥാൻ, ശ്രീലങ്ക. അപ്പം ഇതിൻ്റെ ഒരു പ്രധാന ഇഷ്യൂ എന്ന് പറയുന്നത് പാകിസ്ഥാനും ഇന്ത്യയുമായിട്ടുള്ള റൈവലറി ആണ്. ഇതിൻ്റെ എന്ത് ഇനിഷ്യേറ്റീവ് കൊണ്ടുവന്നു കഴിഞ്ഞാലും, ഇന്ത്യ എന്ത് ഇനിഷ്യേറ്റീവ് കൊണ്ടുവന്നു കഴിഞ്ഞാലും പാകിസ്ഥാൻ അതിനെ എതിർക്കും. ഇപ്പൊ സാർക്ക് സാറ്റലൈറ്റ് ഇന്ത്യ ലോഞ്ച് ചെയ്യാൻ നോക്കി, പാകിസ്ഥാൻ സമ്മതിച്ചില്ല. എന്നിട്ട് അത് സൗത്ത് ഏഷ്യൻ സാറ്റലൈറ്റ് എന്നുള്ള പേരിൽ റീനെയിം ചെയ്യേണ്ടി വന്നു. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കാഠ്മണ്ഡു ആണ്, നേപ്പാളില്. അപ്പം ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. സാർക്ക് ഡെവലപ്മെന്റ് ഫണ്ട്, സാർക്ക് ആർബിട്രേഷൻ മെക്കാനിസം, സാർക്ക് യൂണിവേഴ്സിറ്റി, സാർക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, അങ്ങനെയൊക്കെ ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് ഈ സാർക്കിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സൗത്ത് ഏഷ്യൻ ഫ്രീ ട്രേഡ് ഏരിയയും ഈ സാഫ്റ്റ, അതും ഈ സാർക്കിന്റെ ഒരു ഇനിഷ്യേറ്റീവ് ആണ്. സൗത്ത് ഏഷ്യൻ കോപ്പറേറ്റീവ് എൻവയോൺമെന്റ് പ്രോഗ്രാം ഇതൊരു ഇന്റർ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആണ്. 1982 എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സൗത്ത് ഏഷ്യയുടെ രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് വന്ന് തുടങ്ങിയ പരിപാടിയാണ് SACEP എന്ന് പറയുന്നത്. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കൊളംബോയിലാണ്. ഈ SACEPയും പിന്നെ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷനും കൂടെ ചേർന്നിട്ടാണ് റീജിയണൽ ഓയിൽ സ്പില്ലിംഗ് കോണ്ടിജൻസി പ്ലാൻ കൊണ്ടുവന്നത്. ഈ സൗത്ത് ഏഷ്യയിൽ വേണ്ടി ഇന്ത്യൻ ഓഷനിലെ ഓയിൽ സ്പില്ലുകളും അതുപോലുള്ള കാര്യങ്ങളും അഡ്രസ് ചെയ്യാൻ വേണ്ടി റീജിയണൽ കോണ്ടിജൻസി പ്ലാൻ അത് കൊണ്ടുവരുന്നതും ഇവരാണ്. പിന്നെ ഇവരുടെ മറ്റൊരു പ്രോഗ്രാമാണ് സൗത്ത് ഏഷ്യൻ സീസ് പ്രോഗ്രാം. അത് ഒരു UNEP ആയിട്ടും കൂടെ ചേർന്നാണ് ഇവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. സൗത്ത് ഏഷ്യൻ വൈൽഡ് ലൈഫ് എൻഫോഴ്സ്മെന്റ് നെറ്റ്വർക്ക് SAVEN. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൗത്ത് ഏഷ്യ കോപ്പറേറ്റീവ് എൻവയോൺമെന്റ് പ്രോഗ്രാം ഉണ്ടല്ലോ, അവരുടെ ജനറൽ കൗൺസിൽ മീറ്റിംഗിലാണ് ഈ SAVEN എന്ന് പറയുന്ന വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഇനിഷ്യേറ്റീവ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത്. അപ്പം ഇവരുടെ പ്രധാന ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈൽഡ് ലൈഫ് ക്രൈമുകളാണ്. ഈ വൈൽഡ് ലൈഫ് ട്രാഫിക്കിങ്, പിന്നെ അതേപോലെ തന്നെ വൈൽഡ് ലൈഫ് ക്രൈംസ്, ഇപ്പം മറ്റേ ബോർഡർ ഏരിയാസിലൊക്കെ ബോർഡർ കടന്ന് പോയി ഉള്ള ഫോറിൻ നാഷണൽസ് നടത്തുന്ന ക്രൈംസ്, അങ്ങനെയൊക്കെയുള്ള വൈൽഡ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്രൈംസ് ആണ് ഇവരുടെ ആംബിറ്റിൽ വരുന്നത്. ഇപ്പം ഇതിലെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മാൽദീവ്സ്, നേപ്പാൾ, പാകിസ്ഥാൻ, ശ്രീലങ്ക. ഇതിന്റെ സെക്രട്ടേറിയറ്റ് സാർക്കിന്റെ സെക്രട്ടേറിയറ്റിന്റെ കൂടെ തന്നെയാണ് കാഠ്മണ്ഡു, നേപ്പാൾ. സൗത്ത് ഏഷ്യൻ സബ് റീജിയണൽ എക്കണോമിക് കോർപ്പറേഷൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീജിയണൽ ഡെവലപ്മെന്റിന് വേണ്ടി ലോണുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് തുടങ്ങിയ ഇനിഷ്യേറ്റീവാണ് സൗത്ത് ഏഷ്യ സബ് റീജിയണൽ എക്കണോമിക് കോർപ്പറേഷൻ. ഇതിന് ADB ആണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇനിഷ്യലി ഇന്ത്യ, മാൽദീവ്സ്, മ്യാൻമാർ അങ്ങനെ 2-3 രാജ്യങ്ങളേ ഉള്ളായിരുന്നു. ഇപ്പോൾ ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മാൽദീവ്സ്, മ്യാൻമാർ, നേപ്പാൾ, ശ്രീലങ്ക ഇത്രയും രാജ്യങ്ങൾക്ക് വേണ്ട ഫിനാൻഷ്യൽ പ്ലാനിങ്ങും ഫിനാൻഷ്യൽ അസിസ്റ്റൻസും ഒക്കെ കൊടുക്കുന്നത് ഈ SACEC വഴിയാണ്. ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടോറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോർപ്പറേഷൻ BIMSTEC. ഇത് നമ്മുടെ ബേ ഓഫ് ബംഗാൾ, ഇന്ത്യൻ ഓഷൻ, ആ ലിറ്റോറൽ സ്റ്റേറ്റ്സ് 7 ലിറ്റോറൽ സ്റ്റേറ്റ്സ് ചേർന്ന് തുടങ്ങിയ റീജിയണൽ ഓർഗനൈസേഷൻ ആണ് ഈ BIMSTEC എന്ന് പറയുന്നത്. അപ്പം ഇതിലെ സൗത്ത് ഏഷ്യയിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ എന്ന് പറയുന്നത് സൗത്തിലെയും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെയും ഇന്ത്യൻ ഓഷനിലെയും പിന്നെ ബേ ഓഫ് ബംഗാളിലെയും ചേർന്ന് കിടക്കുന്ന രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, നേപ്പാൾ, ശ്രീലങ്ക സൗത്ത് ഏഷ്യയിലെ, പിന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ മ്യാൻമാറും തായ്ലൻഡും. ഈ BIMSTEC നിലവിൽ വന്നതെന്ന് പറഞ്ഞാൽ ബാങ്കോക്ക് ഡിക്ലറേഷനിലൂടെയാണ് 1997. അപ്പം ഈ സാർക്ക് ഡിസ്ഫങ്ഷണൽ ആയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മൾ BIMSTECൽ കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ പല സ്ഥലത്തു നിന്നും ഉണ്ടാവുന്നുണ്ട്. പിന്നെ ASEAN, അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് നേഷൻസ് 1967 ഏഷ്യൻ ഡിക്ലറേഷനിലൂടെയാണ് വരുന്നത്. ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിലാണ് ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഇതിലെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്തോനേഷ്യ, തായ്ലൻഡ്, മലേഷ്യ, സിംഗപ്പൂർ, ഫിലിപ്പീൻസ്, വിയറ്റ്നാം, കംബോഡിയ, ബ്രൂണൈ, മ്യാൻമാർ, ലാവോസ് 10 രാജ്യങ്ങളാണ് ഈ ASEANിലുള്ളത്. ഏഷ്യൻ +3 എന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ കൂടെ ചൈനയും ജപ്പാൻ, കൊറിയയും കൂടെ വരും. ചിയാങ്മായ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന ഒരു മൾട്ടിലാറ്ററൽ കറൻസി സ്വാപ്പ് അറേഞ്ച്മെന്റ് ആണ് ഈ ഏഷ്യ +3 ഈ ഏഷ്യൻ +3 ഇടയിലുള്ള കറൻസി സ്വാപ്പിംഗ് എഗ്രിമെന്റ് ആണ് ചിയാങ്മായ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്.
പിന്നെ ASEAN+6 ഇന്ത്യ ആദ്യമായിട്ട് വരുന്നത്. അതിൻ്റെ അത് ചൈന, ഇന്ത്യ, ജപ്പാൻ, സൗത്ത് കൊറിയ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്. ഈ ASEAN ഇന്ത്യക്ക് പണ്ട് മെമ്പർഷിപ്പും ഒബ്സർവർ സ്റ്റാറ്റസും ഒക്കെ ഓഫർ ചെയ്തതാണ്. പക്ഷെ ഇന്ത്യ അതെല്ലാം വേണ്ടെന്ന് വെച്ചിരുന്നു. +8 അകത്തെന്ന് പറയുമ്പോഴേക്കും ഇതിൻ്റെ കൂടെ എക്സ്ട്രാ USA റഷ്യയും കൂടെ വരും. പിന്നെ നമ്മൾ ഇന്നലെ കണ്ട RCEP, അത് ASEAN+6 മാറിയിട്ട് ഇപ്പോൾ ASEAN+5 ആണ്. മെക്കോങ് ഗംഗ കോപ്പറേഷൻ, ഇത് മെക്കോങ് ഗംഗ 2 റിവറിന്റെ ലിറ്റോറൽ സ്റ്റേറ്റ്സ് ആണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. ടോട്ടലി 6 കൺട്രീസ്, ഇന്ത്യയും കംബോഡിയ, ലാവോസ്, മ്യാൻമാർ, തായ്ലൻഡ്, വിയറ്റ്നാം. ക്വാഡ്രിലാറ്ററൽ സെക്യൂരിറ്റി ഡയലോഗ്, ഇത് ചൈനയെ കൗണ്ടർ ചെയ്യാനായിട്ട് ജപ്പാനും USA-യും ഓസ്ട്രേലിയയും ഇന്ത്യയും കൂടെ ചേർന്നുള്ള റീജിയണൽ കൊളീഷനാണ്. ഇതൊരു ട്രീറ്റി ബേസ്ഡ് അല്ല, ഇൻഫോർമൽ ആയിട്ടുള്ളൊരു ഡയലോഗ് മാത്രമാണ്. അപ്പോൾ ഇവരുടെ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ പസഫിക് ഏരിയ ആണ്. അപ്പം ഇന്ത്യ പസഫിക്കിലെ നാവിഗേഷൻ ഫ്രീഡവും അതേപോലുള്ള കാര്യങ്ങളാണ് ക്വാഡ് മുന്നോട്ട് വെക്കുന്നത്. അപ്പം ഇവര് എക്കണോമിക്സ്, ഈ രാജ്യങ്ങൾ തമ്മിലുള്ള എക്കണോമിക് ടൈപ്പും കൂടെ ഉദ്ദേശിച്ചുള്ളതാണ് ക്വാഡ്+ എന്ന് പറയുന്നത്. ബ്രിക്സ്, ഇത് 2001 എക്കണോമിസ്റ്റായ ജിം ഒ നീൽ എന്ന് പറയുന്ന ആളാണ് ഗോൾഡ്മാൻ സാക്സിലെ ഈ ബ്രിക്സ് എന്ന് പറയുന്ന എക്കണോമിസ്റ്റ് സജസ്റ്റ് ചെയ്തത്. ഇങ്ങനൊരു ഓർഗനൈസേഷൻ ഒഫീഷ്യലി നിലവിൽ വരുന്നത് 2009 ഈ സജസ്റ്റ് ചെയ്ത് 8 വർഷം കഴിഞ്ഞപ്പോഴേക്കും. ഫസ്റ്റ് ബ്രിക് സുമിറ്റ് എന്ന് പറഞ്ഞാൽ റഷ്യയിലെ എക്കാറ്ററിൻബർഗിൽ വെച്ചായിരുന്നു. ഇനിഷ്യലി സൗത്ത് ആഫ്രിക്ക ഇല്ലായിരുന്നു. 2011 സൗത്ത് ആഫ്രിക്ക ജോയിൻ ചെയ്യുന്നത്. കോണ്ടിജന്റ് റിസർവ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം ലിക്വിഡിറ്റി പ്രഷർ, ഈ കറൻസി എക്സ്ചേഞ്ചിനായിട്ടുള്ള ഒരു മെഷറാണ് കോണ്ടിജൻസി റിസർവ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഇത് ബ്രിക്സിന്റെ ഒരു ഇനിഷ്യേറ്റീവ് ആണ്. ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ, ഇതെന്ന് പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ എക്കണോമിക് മിലിറ്ററി ഓർഗനൈസേഷനാണ്. ചൈന ഇനിഷ്യേറ്റ് ചെയ്ത് നെയ്ബറിംഗ് കൺട്രീസും ഭാഗമായ ഒരു പൊളിറ്റിക്കൽ എക്കണോമിക് ആൻഡ് മിലിറ്ററി ഓർഗനൈസേഷനാണ് ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. 2001 ഇത് നിലവിൽ വരുന്നത്. ഇതിന്റെ ഒറിജിനൽ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ചൈന, റഷ്യ, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, തജിക്കിസ്ഥാൻ ആണ്. ഇവരാണ് ഷാങ്ഹായ് 5 എന്ന് വിളിക്കുന്നത്. അതിനുശേഷം ഉസ്ബെക്കിസ്ഥാനും ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ഇതിൽ ജോയിൻ ചെയ്തു. ഇവരുടെ സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞാൽ ബീജിങ്ങിലാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവരുടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ റാറ്റ്സ് ആണ്, റീജിയണൽ ആന്റി ടെററിസ്റ്റ് സ്ട്രക്ചർ. അത് ഈ റീജിയണലിസവും സെക്സഷനിസ്റ്റ് അജണ്ടാസും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയാണ് റാറ്റ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. പീസ് മിഷൻ, ഈ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ നടത്തിയ മിലിറ്ററി എക്സസൈസ് ആണ്. അപ്പം പക്ഷേ അമേരിക്ക ഈ SCOനെ ചൈനയുടെ കീഴിലുള്ള ഏഷ്യൻ നാറ്റോ ആയിട്ടാണ് ഡബ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഡിക്ലറേഷൻ ആണ് ക്വിങ്ഡാവോ ഡിക്ലറേഷനും ബിഷ്കേക്ക് ഡിക്ലറേഷനും. ഏഷ്യ പസഫിക് എക്കണോമിക് കോപ്പറേഷൻ, ഇതിൽ ഇന്ത്യ മെമ്പർ അല്ല. പക്ഷെ മെമ്പർ ആവണമെന്ന് ആഗ്രഹിച്ച് ഇന്ത്യ ഭയങ്കരമായിട്ട് ഇതിൽ ലോബിയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ അമേരിക്ക സമ്മതിച്ചില്ല ഇന്ത്യ കയറ്റാനായിട്ട്. WTOയിലെ അഗ്രികൾച്ചറൽ സ്റ്റാൻഡ് മൂലം ഇന്ത്യയെ കയറ്റാൻ പാടില്ല എന്ന് അമേരിക്ക ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് നമ്മൾ അപ്പക്കിലെ മെമ്പർഷിപ്പ് നമുക്ക് പോകുന്നത്. ഇതിൻ്റെ അകത്തെ ഡിസിഷൻ മേക്കിംഗ് WTO പോലെ തന്നെ കോൺസെൻസസ് ആണ്. അതുകൊണ്ട് ഇന്ത്യയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഹാർഡ് സ്റ്റാൻഡുകളൊക്കെ എടുക്കുമെന്ന് പറഞ്ഞാണെന്ന് കയറായിരുന്നത്. ഇതിൽ ഇപ്പോൾ ഉള്ളത് ടോട്ടൽ 21 മെമ്പേഴ്സ് ആണ്. ചൈനയും റഷ്യയും USA ഒക്കെ ഇതിലെ മെമ്പേഴ്സ് ആണ്. യുറേഷ്യൻ എക്കണോമിക് യൂണിയൻ, ഇതൊരു ട്രീറ്റി ബേസ്ഡ് എക്കണോമിക് യൂണിയൻ ആണ്. ഈ ഈസ്റ്റേൺ യൂറോപ്യൻ നേഷൻസ് ഇതിൻ്റെ അകത്ത് അർമേനിയയും ബെലാറസും റഷ്യയും കസാക്കിസ്ഥാനും കിർഗിസ്ഥാനും ഒക്കെ ഇതിന്റെ മെമ്പേഴ്സ് ആണ്. ഇന്ത്യ ഒരു ഫ്രീ പാക്ട് എഗ്രിമെന്റ് ഇവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. ഈസ്റ്റ് ഏഷ്യ സുമിറ്റ് ഇതൊരു റീജിയണൽ ഫോറം ആണ്. ഈസ്റ്റ് ഏഷ്യയിലെയും സൗത്ത് ഏഷ്യയിലെയും ഉള്ള രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു റീജിയണൽ സുമിറ്റാണ് ഈ ഈസ്റ്റ് ഏഷ്യ സുമിറ്റ് എന്ന് പറയുന്നത്. ASEAN+8 കൺട്രീസ് ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. OECD ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ്, ഹൈ GDP ഉള്ള ഹൈ എക്കണോമിക് ഗ്രോത്ത് ഉള്ള രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് OECD എന്ന് പറയുന്നത്.
ഇതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു അജണ്ടയില്ല. ഈ പറഞ്ഞ പോലെ എക്കണോമിക് ഇഷ്യൂസും അതേപോലെ ഡെവലപ്മെന്റ് ഇഷ്യൂസും ഒക്കെ അഡ്രസ് ചെയ്യാനായിട്ടുള്ള ഒരു ഗ്ലോബൽ ഫോറം, അങ്ങനെ OECD കാണുന്നുള്ളൂ. ബ്രസീൽ, ചൈന, ഇന്ത്യയൊക്കെ OECD പാർട്ട്നേഴ്സ് ആയിട്ടാണ് അംഗീകരിച്ചിരിക്കുന്നത്. ഇതൊന്നും മെമ്പേഴ്സ് അല്ല. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളംബിയ ആണ്. OECD മേജർ ഇനിഷ്യേറ്റീവ്സ്: ബേസ് ഇറോഷൻ, പ്രോഫിറ്റ് ഷിഫ്റ്റിംഗ്, ഈ മണി ലോണ്ടറിങ്ങും പിന്നെ അതേപോലെ തന്നെ ബ്ലാക്ക് മണി ഒക്കെ തടയാനായിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവാണ് ബേസ് ഇറോഷൻ, പ്രോഫിറ്റ് ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഒരു രാജ്യത്തെ കമ്പനി അവരുടെ പ്രോഫിറ്റുകൾ മറ്റൊരു രാജ്യത്തിലേക്ക് കൊണ്ടുപോയി ടാക്സ് അടയ്ക്കാതെ രക്ഷപ്പെടുന്നതിനെ അത് തടയുന്നതിന് വേണ്ടിയുള്ള ഇനിഷ്യേറ്റീവാണ് BEPS എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ പ്രോഗ്രാം ഫോർ ഇന്റർനാഷണൽ സ്റ്റുഡൻറ് അസസ്മെന്റ്, PISA, ഈ അക്കാഡമിക്സിന്റെ ക്വാളിറ്റി ഓരോ രാജ്യത്തെയും സർവേ നടത്തി കണ്ടുപിടിക്കുന്ന ഒരു രീതിയാണ് PISA എന്ന് പറയുന്നത്. ഇന്ത്യ ഇതിൽ നിന്ന് വിഡ്രോ ചെയ്തിരുന്നു. മൊത്തത്തിൽ 74 കൺട്രികളെ റാങ്ക് ചെയ്തതിൽ ഇന്ത്യ 72 ആയതുകൊണ്ട് ഇന്ത്യ അതിൽ നിന്ന് ക്വിറ്റ് ചെയ്തിരുന്നു. പക്ഷെ പിന്നെയും ഈ കഴിഞ്ഞ കൊല്ലം പിന്നെയും പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. അതിന്റെ റാങ്കിങ് വെളിയിൽ വന്നിട്ടില്ല. മൾട്ടിലാറ്ററൽ കോമ്പറ്റന്റ് അതോറിറ്റി എഗ്രിമെന്റ്, ഇതും ഈ ടാക്സ് ട്രാൻസ്പെറൻസി ഉണ്ടാക്കാനായിട്ട് ലോസ് റെഗുലേറ്റ് ചെയ്യാനും യൂണിഫൈ ചെയ്യാനുമായിട്ട് OECD ഇറക്കിയ ഇനിഷ്യേറ്റീവാണ്. പിന്നെ അതേപോലെ തന്നെ ഇവരുടെ മറ്റൊരു ഇനിഷ്യേറ്റീവാണ് ഗവൺമെന്റ് അറ്റ് എ ഗ്ലാൻസ് റിപ്പോർട്ട്. ഇന്റർനാഷണൽ എനർജി ഏജൻസി, ഇതൊരു ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ്. ഇത് OECD പാർട്ട്ണർഷിപ്പിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത ഓർഗനൈസേഷൻ ഇന്റർനാഷണൽ എനർജി ഏജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവരുടെ റിപ്പോർട്ടാണ് വേൾഡ് എനർജി ഔട്ട്ലുക്കും ഫ്യൂച്ചർ ഓഫ് റെയിൽ റിപ്പോർട്ടും. ഈ ഇന്റർനാഷണൽ എനർജി ഏജൻസിയിൽ യൂറോപ്യൻ കൺട്രീസിന് മാത്രമേ മെമ്പർഷിപ്പ് കൊടുക്കത്തുള്ളൂ. ബാക്കി എല്ലാവർക്കും ഒബ്സർവർ സ്റ്റാറ്റസ് ആണ്. അതുകൊണ്ട് ഇന്ത്യക്ക് ഇതിൻ്റെ അകത്ത് മെമ്പർഷിപ്പ് കിട്ടിയിട്ടില്ല. ഇന്ത്യക്കും ഒബ്സർവർ സ്റ്റാറ്റസ് ഉണ്ട്. G7 ഗ്രൂപ്പിൻ്റെ അകത്തുള്ളത് കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ, ഇറ്റലി, UK, USA. ഇത്രയാണ് G7 നേഷൻസിൻ്റെ അകത്ത് ഉള്ളത്. 1917 അറബ് ഓയിൽ ക്രൈസിസ് കഴിഞ്ഞപ്പോഴാണ് G7 ഫോം ചെയ്യുന്നത്. ഈ അറബ് നേഷൻസിലെയും പിന്നെ അതേപോലെയുള്ള മറ്റ് രാജ്യങ്ങളിലെയൊക്കെ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിയൊക്കെ ഈ ലാർജർ എക്കണോമിക് കണ്ടീഷൻസിനെ അഫക്റ്റ് ചെയ്യുന്നത് തടയാനായിട്ട് എന്തൊക്കെ ചെയ്യാം എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഈ G7 വരുന്നത്. ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ഇനിഷ്യേറ്റീവാണ് ഓഷൻ പ്ലാസ്റ്റിക്സ് ചാർട്ടർ എന്ന് പറയുന്നത്, ഈ മറൈൻ ഡെബ്രിസ് തടയാനായിട്ട്. പിന്നെ അതേപോലെ തന്നെ ന്യൂക്ലിയർ വെപ്പൺസ് തടയാനായിട്ടുള്ള ഹിരോഷിമ ഡിക്ലറേഷൻ, അതും ഇവരുടെയാണ്. പിന്നെ ആഫ്രിക്കയിലും അതേപോലുള്ള ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസിൽ ഒരുപാട് പ്രോജക്ട്സ് ഒക്കെ ഇവർ റൺ ചെയ്യുന്നുണ്ട്. G20 ഇന്റർനാഷണൽ എക്കണോമിക് കോപ്പറേഷന് വേണ്ടി ഫോം ചെയ്തിരിക്കുന്ന ബോഡിയാണ് G20 എന്ന് പറയുന്നത്. ലോകത്തിലെ പ്രധാനപ്പെട്ട 20 മേജർ എക്കണോമീസിലെ സെൻട്രൽ ബാങ്ക് ഗവർണേഴ്സിനെയും അവിടുത്തെ റെപ്രസെൻറ്റേറ്റീവുമാണ് G20 മെമ്പേഴ്സായിട്ട് ഉള്ളത്. ആദ്യത്തെ G20 സമ്മിറ്റ് എന്ന് പറഞ്ഞാൽ 2008 അമേരിക്കയിൽ വെച്ചാണ് നടക്കുന്നത്. ഇവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ ഹാംബർഗ് ഡിക്ലറേഷൻ ആണ്. ഇതെന്ന് പറഞ്ഞാൽ ടെററിസവും അതേപോലെ തന്നെ ഈ ടെററിസവും ക്രൈംസും തടയാനായിട്ടുള്ള ഡിക്ലറേഷനാണ് ഹാംബർഗ് ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ഷേപ്പിംഗ് ആൻ ഇന്റർകണക്റ്റഡ് വേൾഡ്, ഇതും ഇവരുടെ ഒരു അജണ്ടയുടെ ഭാഗമാണ്. ഷേപ്പിംഗ് ആൻ ഇന്റർകണക്റ്റഡ് വേൾഡും ഹാംബർഗ് ഡിക്ലറേഷനും. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ബോർഡ്, ഈ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ബോർഡ് എന്ന് പറഞ്ഞാൽ ഒരു നോൺ പ്രോഫിറ്റ് അസോസിയേഷൻ ആണ്. സ്വിറ്റ്സർലൻഡ് ബേസ് ചെയ്തുള്ള ഒരു നോൺ പ്രോഫിറ്റ് അസോസിയേഷൻ. ഇവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ഫിനാൻഷ്യൽ സിസ്റ്റം കൺസിസ്റ്റന്റ്ലി മോണിറ്റർ ചെയ്ത് റെക്കമെൻഡേഷൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ പർപ്പസ്. അപ്പം ഇവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും അതേപോലെ തന്നെ ഈ ഫിസിക്കൽ ഹെൽത്തും ഒക്കെ രാജ്യങ്ങളിൽ എൻഷുർ ചെയ്ത് അതിനെന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് ലൈസൻസ് ചെയ്ത് അത് ടാക്കിൾ ചെയ്യാനായിട്ടുള്ള മെഷേഴ്സ് കൊണ്ടുവരിക. അതാണ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ബോർഡിന്റെ ഉദ്ദേശം. ഇന്റർനാഷണൽ സീബഡ് അതോറിറ്റി എന്ന് പറയുന്ന ഒരു ഇന്റർ ഗവൺമെന്റൽ ബോഡിയാണ്. ഇവരാണ് ഈ ഇന്റർനാഷണൽ സീബഡിലെ നമ്മുടെ നാഷണൽ ജൂറിസ്ഡിക്ഷൻ 200 മൈൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ അകത്ത് എക്കണോമിക് റൈറ്റ്സ് ഇല്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള മിനറൽ എക്സ്പ്ലോറേഷൻസിനെ റെഗുലേറ്റ് ചെയ്യുന്നതും അതിനുവേണ്ടി ലൈസൻസിങ് പ്രൊവൈഡ് ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ
ISA ആണ്. ഇത് 1994 യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ലോ ഓഫ് സീസ് പ്രകാരമാണ് ഈ ISA എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പം ഈ കൺവെൻഷൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസും റൈറ്റ്സും അവരുടെ കൺസ്ട്രെയിൻസും കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കൺവെൻഷനാണ് ഈ UN ക്ലോസ് എന്ന് പറയുന്നത്. ഇന്ത്യയും ചൈനയൊക്കെ ഇതിൻ്റെ മെമ്പേഴ്സാണ്. ഈ അടുത്ത് ഇന്ത്യക്ക് മറ്റേ ഇന്ത്യൻ ഓഷനിൽ മെറ്റാലിക് നൊഡ്യൂൾസ് മൈൻ ചെയ്യാനായിട്ട് ഈ ISA അനുവാദം കൊടുത്തിരുന്നു. അപ്പം ഇത്രേ ഉള്ളൂ. ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോട്ടിൻ്റെ ആദ്യം ഈ നോട്ട് ഗ്രൂപ്പിൽ ഇട്ടേക്കാം. നമ്മൾ ഇപ്പം പഠിപ്പിച്ചതും പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ അത് കവർ ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിക്ലറേഷൻസും ചില ഓർഗനൈസേഷൻസും ഒക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് വായിച്ചിട്ട് ചെയ്യാൻ നോക്കുക. ഈ ക്ലാസ്സിൽ കവർ ചെയ്യാത്ത ടോപ്പിക്സും ഏരിയാസും അത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് എന്താണെന്നുള്ളത് പഠിക്കുക. ക്വസ്റ്റ്യൻസ് മാത്രമല്ല അതിലോരോ ഓപ്ഷൻസും പഠിച്ചു പോകാൻ. പിന്നെ ആ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കുറച്ചും കൂടെ എംഫസൈസ് കൊടുക്കുക. ചോദ്യങ്ങൾ അങ്ങനെ ആയിരിക്കും, ഫാക്ച്വൽ ആയിട്ടായിരിക്കും എപ്പോഴും ചോദിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇവിടെ പ്രിപ്പയർ ചെയ്തതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 10-60ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തെ ഓരോ ഓർഗനൈസേഷനും ഇതിൻ്റെ അകത്ത് ഓരോ വാക്കും എടുത്ത് നിങ്ങളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ഓർഗനൈസേഷനിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളെല്ലാം കിട്ടും.